ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2023 റിലീസായ മതിമാരൻ എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. മാരൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അവന്റെ വയസ്സ് വലുതാവുന്നുണ്ടെങ്കിലും അവൻ കൊട്ടും ഉയരം വെക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അവൻ അനുഭവിക്കേണ്ട വന്ന ഒരുപാട് പ്രശ്നങ്ങളും, വേറൊരു ഭാഗത്ത് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് കൊന്നു കളയുന്ന ഒരു സൈക്കോ കില്ലറും. ആ സൈക്കോ കില്ലർ ആരാണെന്ന് അറിയുമ്പോൾ നമ്മ തന്നെ ഷോക്കായി പോകും. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അതിനു മുന്നേ നമ്മളുടെ വീഡിയോ കുറച്ച് പേരേക്ക് ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ ഒരു സൈക്കോയെയാണ് കാണിക്കുന്നത്. അവൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇറച്ചിക്കിടയില് മനുഷ്യന്റെ മാംസം അവൻ വെട്ടുന്നുണ്ട്. അതൊരു ചാക്കി കെട്ടി അവന് ആ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി കളയുന്നുണ്ട്. ഇവിടെ മാരൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെയാണ് പിന്നെ കാണിക്കുന്നത്. അവന് ഉയരമില്ലാത്തത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച കുറെ നാണക്കേടും അവന്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളും കാരണം ഒരു കിണറിന്റെ വക്കത്തായിട്ട് അവൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അവൻ അങ്ങനെ കിണറ്റിലേക്ക് ചാടി മുങ്ങി മരിക്കാൻ നേരത്താണ് അവൻ അവന്റെ ചേച്ചിയെ പറ്റി ഓർക്കുന്നത്. ചേച്ചിയെ ഒറ്റക്കാക്കിന് മരിക്കണ്ടെന്ന് കരുതി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാണ്. മാരൻ അവന്റെ ചേച്ചിയുടെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ട് ആയിട്ടുള്ള പെണ്ണിനെ പോയി കണ്ട് അവൾക്ക് ഒരു അടിയും കൊടുത്ത് ഇപ്പൊ ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവളും ഇപ്പോ മതി ചെന്നൈയിലാണ് ഉള്ളതെന്ന് പറയാണ്. മതിയെ കാണാൻ വേണ്ടി മാരനും ബസ് കയറി ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവറെയാണ് കാണിക്കുന്നത്. അവൻ എന്തോ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പേപ്പറിൽ ഒരു പെങ്കൊച്ച് മീൻ പിടിച്ചപ്പോ അതിന്റെ വയറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ മോതിരം കിട്ടി എന്നാണ് അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ്. അത് മാരൻ ഒന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇപ്പൊ മാരൻ ആ ഒരു ഓട്ടോയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയാണ്. അയാൾ മാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടുന്നുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്ന നിലയിൽ കണ്ടെത്തുന്നുണ്ട്. അതൊരു ഫ്ലാറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. കമ്മീഷണർ ഇപ്പോ ഈ ഒരു കാര്യത്തില് ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇതൊരു സീരിയൽ കില്ലിംഗ് വെർഷൻ ആണ്. കാരണം ഇതുപോലെ തന്നെ ഒരുപാട് മരണങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആ ഒരു പ്രതിയെ കണ്ടെത്താനായിട്ട് കമ്മീഷണർക്കോ ഇൻസ്പെക്ടർക്കോ പറ്റിയിട്ടില്ല. അത് അവരുടെ മുന്നിൽ വലിയൊരു ഭാരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടറും അവിടുത്തെ സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു മര്യാദയില്ലാതെ വാടാ പോടാന്നൊക്കെ വിളിക്കാനായിട്ട് തുടങ്ങാണ്. അതുപോലെ ആ സെക്യൂരിറ്റി ഇരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ഇരിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ച് ചീത്ത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും അഹങ്കാരമുള്ള ഒരാളോട് ഞാൻ ഒരു മറുപടിയും പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാണ്. ഇപ്പോഴാണ് മാരന്റെ ജീവിതത്തില് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാണിക്കുന്നത്. മാരനും അവന്റെ ചേച്ചിയായിട്ടുള്ള മതിയും ട്വിൻസ് ആയിട്ടാണ് ജനിച്ചത്. അവരുടെ അച്ഛൻ ഒരു പോസ്റ്റ്മാനാണ്. അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടിയാണ് രണ്ട് മക്കളെയും വളർത്തിയിരുന്നത്. അവര് ഒന്നിച്ച് കളിച്ച് വളരുന്നുണ്ട്. പക്ഷെ ആ ഒരു പെൺകുട്ടി വളരുന്നുണ്ടെങ്കിലും ആൺകുട്ടി ആയിട്ടുള്ള മാരന് ഉയരം തീരെ വെക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ മകൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനാന്ന് വെച്ചാൽ മാരനെ കാണിക്കാനായി ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടറും 3.5 അടി കൂടുതൽ അവൻ വളരില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു അച്ഛൻ അതൊരു വലിയ പ്രശ്നമായി എടുക്കാതെ അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് മാരനെയും കൂട്ടിക്കൊണ്ട് പോരുന്നുണ്ട്. ഇപ്പൊ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവനെ കുള്ളെന്ന് പറഞ്ഞ് കളിയാക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. മതിയോട് അവളുടെ അച്ഛൻ നിന്റെ അനിയനെ നീ വേണം നോക്കാനെന്നും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചായിരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് മുതൽ തന്റെ അനിയനെ മതി കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒന്നിച്ചായിരുന്നു. മതി ക്ലാസ്സിൽ ഒട്ടും തന്നെ പഠിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് ഈ ഒരു എക്സാമില് ഫെയിൽ ആവുന്നുണ്ട്. പക്ഷെ മാരനാണെന്ന് വെച്ചാല് നന്നായി തന്നെ പഠിക്കുമായിരുന്നു. അവൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയാണ് പാസ്സാവുന്നത്. ഫസ്റ്റ് റാങ്ക് ഒക്കെയാണ് വാങ്ങിയതെങ്കിൽ പോലും അവിടുത്തെ ടീച്ചർ പോലും ഉയരില്ലെങ്കിൽ എന്താ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നും പറഞ്ഞ അവന്റെ ഉയരത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് പേപ്പർ കൊടുക്കുന്നത് പോലും. അതുകൊണ്ട് മാരൻ ഞാൻ എത്ര ഒക്കെ പഠിച്ചാലും ശരി നിങ്ങൾ എന്റെ കുറവുകൾ മാത്രം കാണുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സ്കൂളിലുള്ള ബാക്കി എല്ലാ കുട്ടികളും മാരനെ കുള്ളെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. സഹിക്കാൻ പറ്റാതെ മതിയാന്ന് വെച്ചാൽ ക്ലാസിന്റെ മുന്നില് മാരനെ കൊണ്ടുപോയി നിർത്തിക്കൊണ്ട് എന്റെ അനിയൻ ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ കാട്ടിത്തരാന്നു മാരനോട്. ഇനി നിന്നെ ആരെങ്കിലും കളിയാക്കാണെങ്കിൽ അവന്റെ മൂക്കിനെടുത്ത് കുത്തിക്കോളാനെല്ലാം പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് മാരനാണെങ്കിലോ എല്ലാ കുട്ടികളുടെയും മൂക്കിനിട്ട് കുത്താനായിട്ട് തുടങ്ങാണ്. പിന്നീട് അവനെ കളിയാക്കാനായിട്ട് എല്ലാവർക്കും പേടി തോന്നുന്നുണ്ട്. എത്ര നന്നായിട്ടൊക്കെ പഠിക്കുമെങ്കിലും മാരൻ അവന്റെ അച്ഛന്റെ പോലെ ഒരു പോസ്റ്റ്മാൻ ആകണം എന്നായിരുന്നു ആഗ്രഹം. അച്ഛനോട് ആ ഒരു ആഗ്രഹത്തെ പറ്റി പറയുമ്പോൾ അച്ഛനും അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതായിക്കോളാനാണ് പറയുന്നത്. ഇത്രയും നന്നായി പോയിരുന്ന ആ ഒരു ചേച്ചി അനിയനായിരുന്നു അവര്. പക്ഷെ ഇപ്പൊ ചേച്ചിയെ കാണാനായിട്ടാണ് മാരൻ ചെന്നൈയിലേക്ക് വന്നിരിക്കുന്നത്. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള പ്രഭാവതി വരുന്നുണ്ട്. പ്രഭയും മാരനും കോളേജിൽ ഒന്നിച്ചായിരുന്നു പഠിച്ചിരുന്നത്. മാരനെ കണ്ട പ്രഭയും അവനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അവള് പോയതിനു ശേഷം നന്നായി തന്നെ കരയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രഭയെ മാരൻ എങ്ങനെയാണ്
പരിചയപ്പെട്ടത് എന്നാണ് കാണിക്കുന്നത്. മതിക്ക് സ്കൂളിൽ നല്ല മാർക്കില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് മാരന്റെ കോളേജിൽ സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ രണ്ടുപേരും രണ്ട് കോളേജിലാണ് പഠിക്കുന്നത്. മാരന്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു പ്രഭ. പ്രഭയുടെ പിന്നാലെ ഒരുപാട് ബോയ്സ് ഇഷ്ടമാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അവള് പിടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു കല്ല് കാട്ടി ആ ഒരു കല്ല് പൊക്കുന്ന ആൾക്ക് എന്നെ സ്നേഹിക്കാനുള്ള അനുമതി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ ആ ഒരു കല്ല് പൊക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എത്ര പേര് അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മാരനോട് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. മാരന്റെ അടുത്ത് അങ്ങോട്ടേക്ക് ചെന്ന് പ്രഭ സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. അവരങ്ങനെ നല്ല ഫ്രണ്ട്സ് ആകുന്നുണ്ട്. ഒരു ദിവസം അച്ഛനാന്ന് വെച്ചാൽ മതിക്ക് ഒരു ഫോം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ മതിയുടെ സ്വഭാവത്തിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങാണ്. കോളേജിലെ ബാക്കി എല്ലാവരും മാരനെ കളിയാക്കുമ്പോഴും പ്രഭ മാത്രമാണ് അവനെ സപ്പോർട്ടായിട്ട് നിന്നിരുന്നത്. ആർട്സ് ഡേയുടെ ദിവസം പ്രഭ സ്റ്റേജിൽ കയറി നിന്ന് മാരനെ ഡാൻസ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അവനെ വിളിക്കുന്ന സമയം എല്ലാവരും അവനെ കളിയാക്കിയാണ് ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും അവൻക്ക് ഡാൻസ് കളിക്കാൻ നന്നായി തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് അവന്റെ ഡാൻസ് കണ്ട എല്ലാവരും കൈയടിക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ സ്കൂളിൽ ഒരു രാഷ്ട്രീയക്കാരനെ ആരോ തൊണ്ടായിട്ട് വെട്ടിയെന്ന് പറഞ്ഞ അവരുടെ സ്കൂളിന് ഹാഫ് ഡേ ലീവ് കൊടുക്കുന്നത്. മാരൻ ഈ ഒരു കേസിന്റെ മേലില് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ടില്ല, ആ ഒരു കമ്മീഷണർ അയാൾ തന്നെ ആയിരുന്നു. ആൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ ഒരു കേസില് പ്രതിയെ കണ്ടുപിടിക്കാനായിട്ട് ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കേസിനെ പറ്റി മാരനും നന്നായി തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. മാരന് ഒരു ഇലക്ട്രീഷ്യന്റെ പേരിൽ സംശയം ഉണ്ടായിരുന്നു. അതിലൊരു വിഷയം കണ്ടുപിടിച്ച മാരൻ നേരെ കമ്മീഷണറുടെ അടുത്തേക്ക് പോയിട്ട് ഒരു ഇലക്ട്രീഷ്യൻ കറണ്ട് കട്ട് ചെയ്ത സമയത്താണ് എതിർ കക്ഷിക്കാർ വന്ന് ഈ ഒരു പാർട്ടിക്കാരനെ കൊന്നിരിക്കുന്നതെന്നും ആ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കാമെന്നും ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. കമ്മീഷണറും മാരൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ കമ്മീഷണർ ആ പ്രതിയെ പിടിക്കുന്നുണ്ട്. മാരന്റെ സഹായത്തോടുകൂടിയാണ് ആ ഒരു പ്രതിയെ പിടിച്ചതെന്ന് ന്യൂസിലെല്ലാം കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാവരും ഇപ്പൊ മാരനെ ഒരു ബഹുമാനത്തോടു കൂടിയാണ് നോക്കുന്നത്. കമ്മീഷണറും മാരന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് വന്ന് താങ്ക്സ് പറയുന്നുണ്ട്. ഒരാള് മതിയുടെ അച്ഛന്റെ അടുത്തേക്ക് വന്ന് അവൾക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നത് അവള് പഠിച്ചുകൊണ്ടിരിക്കല്ലേ, പഠിത്തമൊക്കെ കഴിയട്ടെ എന്നിട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നുള്ളൂ എന്നാണ്. കോളേജിലെ പയ്യന്മാരോട് പ്രഭ എടുത്തു പൊക്കാനായിട്ട് പറഞ്ഞ ആ ഒരു കല്ലുണ്ടായിരുന്നല്ലോ, ആരില്ലാത്ത സമയത്ത് മാരൻ അത് എടുത്തു പൊക്കുന്നുണ്ട്. പക്ഷെ അവൻ എടുത്തു പൊക്കിയപ്പോഴേക്കും ബാക്കി കുട്ടികളെല്ലാവരും അത് വന്ന് കണ്ടിരുന്നു. ഇവൻ പൊക്കിയത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതേ പിന്നെ പ്രഭക്ക് മാരനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. അവർ തമ്മിൽ ഒരു സ്നേഹം ഉണ്ടെങ്കിലും പരസ്പരം അവര് അത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാരൻ പ്രഭയെ മതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം രണ്ടുപേരും കൂടി ബസ്സിൽ പോകുന്ന സമയത്ത് മതിയോട് മാരൻ ചോദിക്കുകയാണ്, ഈ പ്രേമിക്കുന്നതൊക്കെ തെറ്റാണോന്നും പ്രത്യേകിച്ച് എന്റെ ഈ ഒരു ഹൈറ്റില് ഞാൻ പ്രഭയെ സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാ മതി പ്രേമിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലാന്നും പെൺകുട്ടികള് ഹൈറ്റ് ഒന്നല്ല നോക്കുന്നേ, നിന്റെ ബുദ്ധിയും ക്യാരക്ടറും ആയിരിക്കും, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പ്രേമിച്ചോളാൻ ആ ചേച്ചി തന്നെ അവനക്ക് അനുമതി കൊടുക്കുന്നുണ്ട്. പ്രഭ അവളുടെ ഫ്രണ്ടിനോട് ഞാൻ നെടുമാറിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണമായിട്ട് അവള് പറയുന്നത് അവൻ നല്ല ഒരു ബുദ്ധിശാലിയാണെന്നാണ്. പ്രഭയും മാരനും അന്നത്തെ ആ ഒരു ദിവസം അവന്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് പോകുന്നുണ്ട്. രണ്ടുപേരും അതാണ് പറയാനായിട്ട് പോകുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം പറയാന്നും പറഞ്ഞ അവർ അന്നത്തെ ദിവസം പിരിയാണ്. അന്ന് മാരൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. മതി ഒരു ലെറ്റർ എഴുതി വെച്ച് ഓടിപ്പോയിരിക്കുകയാണ്. മതിയെ ഇപ്പൊ കാണാനില്ല. അവള് ലെറ്ററിൽ എഴുതിയിരുന്നത് സോറി മാരൻ എന്നായിരുന്നു. അവളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായിട്ട് അവൾ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ അവള് ഓടിപ്പോയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് കരയാണ്. ഈ ഒരു നാണക്കേട് താങ്ങാൻ പറ്റാതെ അച്ഛനും അമ്മയും തൂങ്ങി മരിക്കുന്നുണ്ട്. മാരൻ ആ ഒരു കൃത്യസമയത്ത് അവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും അവനക്ക് തീരെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയെയും രക്ഷിക്കാനായിട്ട് അവൻ എത്ര ശ്രമിച്ചിട്ടും അവനക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നേ വരെ അവനക്ക് ഹൈറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ അവനക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ലെങ്കിലും ഈ ഒരു സമയത്ത് അവന്റെ ഹൈറ്റിനെ കുറിച്ച് ആലോചിച്ച് അവൻ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോവാണ്. ഇതിന് ശേഷമാണ് മാരൻ ആ കിണറ്റി ചാടി മരിക്കാനല്ല നോക്കിയത്. ഈ ഒരു പ്രശ്നത്തിന് ശേഷം മാരൻ അവന്റെ കോളേജ് പഠിത്തമെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ കോളേജിൽ പോയിട്ടും ഇല്ല, പ്രഭയെ കണ്ടിട്ടുമില്ല. ആ ഒരു ദേഷ്യമാണ് പ്രഭ ഇപ്പൊ മാരനെ കണ്ടപ്പോ തീർത്തത്. ഇതെല്ലാം പ്രഭയോട് മാരൻ തുറന്നു പറയുന്നുണ്ട്. പ്രഭക്കപ്പോ മാരനോട് അങ്ങനെ പെരുമാറിയാല് വലിയ വിഷമം തോന്നിയിട്ട് സോറി ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അവനക്ക് കേൾക്കണ്ടായിരുന്നു. ഒരു ഹെൽപ്പ് മാത്രം ചെയ്താൽ മതി, ഇവിടെ എവിടെയാണ് എന്റെ ചേച്ചിയും മതിയുള്ളത്, അവളെ മാത്രം കണ്ടുപിടിച്ച് തന്നാ മതി എന്ന് പറയുന്നുണ്ട്. പ്രഭയുടെ സഹായത്തോടു കൂടി മാരന് മതി എവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. മാരൻ ഇപ്പോ അവിടെയുള്ള ഒരു വീട്ടിലേക്ക് പോകാണ്. അവിടെയാണ് മതി താമസിക്കുന്നതെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ കഥകില് ഭയങ്കര ദേഷ്യത്തോടുകൂടി തട്ടാണ്. വേഗം തുറക്ക മതി എന്ന് പറയുന്നുമുണ്ട്. പെട്ടെന്ന് മതി വന്ന് വാതില് തുറക്കാണ്. മാരനെ കണ്ട മതിയും വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. മതി ഇപ്പോ ആളാകെ മാറിയിട്ടുണ്ടായിരുന്നു. പഴയത്തെ ആ ഒരു സിമ്പിൾ ആയിരുന്നില്ല. കുറെ ആഭരണങ്ങളും നല്ല സാരിയും ഒക്കെ എടുത്ത് ഒരു ലക്ഷറി ലൈഫായിരുന്നു മതിയുടേത്. മതി അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. മാരൻ അച്ഛനും അമ്മയും തൂങ്ങി മരിച്ച കാര്യവും എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. മതി ആ ഒരു സമയത്ത് ഒരു പ്രൊഫസറെ ലവ് ചെയ്തിരുന്നു. ഗ്രാമത്തിലെ ആരും ഈ ലവ് മാരേജിനൊന്നും സമ്മതിക്കില്ല, അത് വലിയൊരു
കുറ്റകൃത്യമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് മതി ഒളിച്ചോടിയത്. അത് മാത്രല്ല ആ ടൈമിൽ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്നും ഇങ്ങനൊന്നും ആകുന്ന കരുതിയില്ല. അച്ഛന്റെ അമ്മയുടെയും കാര്യം ആലോചിച്ച് എനിക്ക് വിഷമുണ്ടെന്നെല്ലാം പറഞ്ഞ അവള് പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. മതി അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചോണ്ടിരുന്നിരുന്നത് മാരനെ ആയിരുന്നു. അവള് മാരനോട് എന്നോട് ക്ഷമിക്കാനായിട്ട് പറയുന്നുണ്ട്. അവൾ എത്ര കരഞ്ഞിട്ടും മാരനോട് അലിവും തോന്നുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് മുകളിൽ ഒരു കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുന്നത്. മാരൻ അവിടേക്ക് പോയി നോക്കുമ്പോ മതിയുടെ കൊച്ചായിരുന്നു അത്. കുറച്ചു ദിവസത്തേക്ക് അവൻ ഇവിടെയാണ് നിൽക്കാനായിട്ട് പോകുന്നതെന്നും എനിക്കൊരു റൂം വേണം, പറ്റുമെന്നല്ല മാരൻ മതിയോട് ചോദിക്കുകയാണ്. അവൾ ഒരു നല്ല റൂം തന്നെ മാരന് കൊടുക്കുന്നുണ്ട്. അവൻ അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണ് ആ ഒരു റൂമിൽ താമസിക്കുന്നത്. ഒരു ഭാഗത്ത് ആ ഒരു കമ്മീഷണറെയും ഇൻസ്പെക്ടറെയും കാണിക്കുന്നുണ്ട്. ഈ കമ്മീഷണറുടെ മകനായിരുന്നു ഇൻസ്പെക്ടർ. അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും അഹങ്കാരം. എത്രയും പെട്ടെന്ന് ഈ ഒരു സീരിയൽ കില്ലറിന്റെ കേസ് ക്ലോസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അതൊരു വലിയ തലവേദനയാകുന്നു അവർ തമ്മി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ അവർക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടും ഇല്ല. ഇപ്പൊ മതിയുടെ വീട്ടിലേക്ക് അവളുടെ ഭർത്താവായിട്ടുള്ള പ്രൊഫസർ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ട്. ആദ്യം തന്നെ മാരനോട് അയാള് സോറി ചോദിക്കുന്നുണ്ട്. നീ വന്നതിന് ശേഷമാണ് മതി ഇത്രയും സന്തോഷമായിട്ട് ഞാൻ കണ്ടതെന്നെല്ലാം പറയാണ്. എന്നാൽ നിങ്ങളെല്ലാം തീരുമാനിച്ച് ചെയ്തതല്ലേ, ഇനിയിപ്പോ എന്താ ഇതിലിപ്പോ വർത്താനം പറയാനുള്ളേന്ന് ദേഷ്യത്തോടു കൂടി അവൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു അമ്മയെ അച്ഛനെയാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ച തന്റെ മകളുടെ കല്യാണമായിരുന്നു. പക്ഷെ മകളെ ഇപ്പൊ കാണാനില്ല. അതും പറഞ്ഞ് അവര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. മാരൻ ഇപ്പോ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അവൻ ആഗ്രഹിച്ച പോലെ ഒരു പോസ്റ്റ്മാന്റെ ജോലി അവനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി 2 ദിവസം മാത്രമേ മാരന് മതിയുടെ വീട്ടിൽ നിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മതിയോട് പറയാനുള്ള മടിയുണ്ട് ആ കൊച്ചിനെ പൊക്കി പിടിച്ചുകൊണ്ട് മാരൻ ആ കൊച്ചിനോട് പറയാണ്, എന്നാ മതി നീ ആ ഒരു പോസ്റ്റ്മാന്റെ ജോലി ചെയ്യണ്ട, എല്ലാവരും നിന്നെ പിന്നെയും കളിയാക്കുള്ളൂ, നീ ഇവിടെ തന്നെ നിൽക്കുന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യത്തോടു കൂടി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, ഞാനൊന്നും ചെയ്യാൻ പാടില്ലല്ലേ എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ആ കൊച്ചു പോലും കരയാണ്. മതിയും അവിടെ നിന്ന് നന്നായി തന്നെ കരയുന്നുണ്ടായിരുന്നു. പ്രഭയോട് തനിക്ക് ജോലി കിട്ടിയ കാര്യം പറയാമെന്ന് കരുതി മാരന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഒട്ടും ബഹുമാനില്ലാതെ എടാ കുള്ള നീ എന്തിനാ അവിടെ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോ മാരൻ അവന്റെ വയറ്റിനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ അവനെ തല്ലാനായിട്ട് പോകുന്ന സമയത്ത് പ്രഭ കറക്റ്റ് ആയിട്ട് വന്നിട്ട് എനിക്ക് അറിയാവുന്ന ആളാണെന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവാണ്. പ്രഭയോട് ഇപ്പൊ മാരൻ അവനക്ക് ജോലി കിട്ടിയ കാര്യവും പോകാൻ പോകുന്ന കാര്യവും പറയുന്നുണ്ട്. മതിയുടെ വീട്ടിൽ ഇപ്പൊ എന്തോ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രസാദം കൊണ്ടുകൊടുക്കാനായി അയൽവക്കത്തുള്ള ഒരു വീട്ടിലേക്ക് അവൾ പോകുന്നുണ്ട്. പക്ഷെ അകത്ത് ആളുള്ള ഒരു ഒച്ചയനക്കൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും വാതിൽ തുറക്കുന്നില്ല എന്ന് അവൾ അവളുടെ അമ്മായിയമ്മയോട് പറയുന്നത് മാരൻ കേൾക്കാണ്. അവനക്ക് പെട്ടെന്ന് അവന്റെ അച്ഛനെയോ അമ്മയെയും ഓർമ്മ വരാണ്. അവൻ നേരെ ആ ഒരു വീട്ടിലേക്ക് പോയി ജനൽ വഴി എത്തി നോക്കുമ്പോൾ അവര് തൂങ്ങി നിൽക്കുന്ന നിലയിൽ മാരൻ കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ജനൽ വഴി അകത്തേക്ക് കയറിയിട്ട് ഒരു വടിയിലെ കത്തി കോർത്ത് ആ കയറ് മുറിച്ചിടുന്നുണ്ട്. തന്റെ അച്ഛനും അമ്മയും തൂങ്ങി മരിക്കുന്ന സമയത്ത് അവനക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ വേറൊരു അച്ഛനെയും അമ്മയെയും അവൻ രക്ഷിച്ചിരുന്നു. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നെല്ലാം ചോദിക്കാണ്. അടുത്ത ആഴ്ച തങ്ങളുടെ മകളുടെ കല്യാണമാണെന്നും മകളെ കാണാനില്ലാന്നും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടും ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നെല്ലാം ആ ഒരു അച്ഛനും അമ്മയും മാരനോട് പറയുന്നുണ്ട്. മാരൻ അവരോട് പേടിക്കേണ്ടെന്നും ഇനി ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ മകളെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാമെന്നും പറഞ്ഞ് ആ ഒരു കേസ് മാരൻ ഏറ്റെടുക്കുന്നുണ്ട്. ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി മാരൻ മതിയുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. മാരൻ പ്രഭയുടെ സഹായത്തോടുകൂടി ഓരോ സ്ട്രീറ്റിൽ പോയി അന്വേഷിക്കാനായിട്ട് തുടങ്ങാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി തന്റെ കല്യാണ ഇൻവിറ്റേഷൻ കൊടുക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു സ്ട്രീറ്റ് വഴിയാണ് തിരിച്ചു പോയതെന്ന് അവൻ അറിയുന്നത്. അവള് കല്യാണം വിളിച്ചു പോയത് കൃത്യം 10:30 മണിക്കാണ്. ആ 10:30 മണിക്ക് എന്ന് അവിടെ ഒരു ഐസുകാരൻ പോവാറുണ്ടായിരുന്നു. ആ ഐസുകാരനെ മാരൻ അന്നും അവിടെ കാണുന്നുണ്ട്. അവനോട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ്. കണ്ടിരുന്നു എന്നും ഒരു ബ്ലാക്ക് കാർ വന്ന് ആ ഒരു പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു എന്നും ആ ഒരു ഐസുകാരൻ പറയുന്നുണ്ട്. പിന്നീടുള്ള തുടർ അന്വേഷണത്തില് മാരന് മനസ്സിലാവുന്നുണ്ട് ആ ഒരാള് ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ അവനാണെന്നുള്ള കാര്യം. ആ ഒരു കേസും ഈ ഒരു കേസും തമ്മിൽ എന്തോ ഒരു സാമ്യം ഉണ്ട്. പ്രഭയുടെ സഹായത്തോടു കൂടി ആ സീരിയൽ കില്ലറിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മാരന് കിട്ടുന്നുമുണ്ട്. അവൻ അങ്ങനെ ആ ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറക്കമൊളച്ചിരുന്ന് അവൻ കേസ് അന്വേഷിക്കുന്ന സമയത്ത് മതിയാണ് അവനിക്ക് ചായ എല്ലാം ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാരൻ ഒരു വലിയ ക്ലൂ കിട്ടുന്നത്. ഈ ഒരു സീരിയൽ കില്ലർ പുതുതായി താമസം മാറി വന്നിരിക്കുന്ന കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അവര് പുതുതായി താമസിക്കാൻ വന്നതിന് ശേഷം 1 മാസത്തിനുള്ളിലാണ് ഈ കൊലകളെല്ലാം ഈ സീരിയൽ കില്ലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം അവൻ പ്രഭയുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സ്റ്റേഷനിൽ ഇപ്പൊ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടറോട് മാരൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മാരന്റെ ഹൈറ്റ് പറഞ്ഞ് കളിയാക്കുന്നതല്ലാതെ ഈ ഒരു കേസിനെ പറ്റി അന്വേഷിക്കാനൊന്നും ആ ഇൻസ്പെക്ടർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മാരൻ പറയുന്നതെല്ലാം പൊട്ടത്തരാണെന്നാണ് ആ ഇൻസ്പെക്ടർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീ മരിച്ചു കിടന്നിരുന്നല്ലോ. അപ്പൊ ആ ഒരു സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യാൻ സമയത്ത് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നില്ലേ. ആ സെക്യൂരിറ്റിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അറിയായിരിക്കും. അയാളെ ചോദ്യം ചെയ്ത എല്ലാ
സത്യങ്ങളും മനസ്സിലാകുമെന്ന് മാരൻ പറയുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ ചോദിച്ചിട്ട് ആ സെക്യൂരിറ്റി ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല, ഇനിയിപ്പോ നീ ചോദിച്ചാൽ പറഞ്ഞുതരുമെന്ന് എന്താ ഉറപ്പതും ചോദിച്ച് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് മാരനെ കൊണ്ടുപോകുന്നുണ്ട്. മാരൻ ആ ഒരു സെക്യൂരിറ്റിയെ സാറെന്നാണ് വിളിക്കുന്നത്. അത് മാത്രമല്ല സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിരുന്ന് സ്നേഹത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ ഒരു പെണ്ണ് കൊല്ലപ്പെടുന്ന ആ ഒരു ദിവസത്തിന്റെ രാത്രി ഒരു കറുത്ത കാറിൽ ഒരാൾ അവിടേക്ക് വന്നിരുന്നു. സംശയം തോന്നി ഈ സെക്യൂരിറ്റി പോയി ചോദിക്കുമ്പോൾ അത് അടുത്തറിയാവുന്ന ആളാണെന്നും കുഴപ്പമൊന്നുമില്ലാന്നും ആ ഒരു പെണ്ണ് തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല ആ വണ്ടി നമ്പർ വരെ ആ സെക്യൂരിറ്റി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാരന് സെക്യൂരിറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടി മാരൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു പുഴയുടെ അടുത്ത് നിന്നാണ് ആ ഒരു വണ്ടി കണ്ടുകിട്ടിയിരിക്കുന്നത്. ആദ്യമായി മാരൻ ചെന്നൈയിലേക്ക് വന്ന സമയത്ത് ഒരു പെണ്ണ് മീൻ പിടിച്ച് മീനിന്റെ വയറ്റിൽ നിന്ന് സ്വർണ്ണമോതിരം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പുഴയോരത്ത് നിന്ന് തന്നെയാണ് ഈ കാറും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പുഴക്കുള്ളിലാണ് എന്തോ സംഭവിച്ചിരിക്കുന്നതെന്നും അവൻ ഉദ്ദേശിച്ചത് ശരിയാണെങ്കിൽ ഈ ഒരു പുഴക്കുള്ളിൽ ഒരുപാട് പെണ്ണുങ്ങളുടെ ബോഡി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും മാരൻ പറയുന്നുണ്ട്. അങ്ങനെ കുറെ പോലീസുകാരും ആൾക്കാരും വന്ന് ആ പുഴയെല്ലാം തപ്പി തെരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇൻസ്പെക്ടർ ഒരു വിലയില്ലാതെ വെറുതെ സമയം കളയാൻ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ചാക്ക് നിറച്ച് അസ്ഥികൂടങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ അസ്ഥി പരിശോധിക്കുമ്പോഴാണ് ഇപ്പൊ കാണാതായി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെയും അസ്ഥി അതിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു അച്ഛനും അമ്മയും വന്ന് തന്റെ മോളുടെ ബോഡിയുടെ അടുത്ത് നിന്ന് ഒരുപാട് കരയുന്നുണ്ട്. മാരൻ ആ ഒരു അച്ഛനും അമ്മയോടും എനിക്ക് ജീവനോടെ നിങ്ങളുടെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സോറി ചോദിക്കാണ്. ഇൻസ്പെക്ടർ അപ്പോ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഇവൻ ആരാന്നും ചോദിച്ച് ഇവനാണ് എല്ലാ കൊലകളും ചെയ്തതെന്ന് പറഞ്ഞ് മാരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് കറക്റ്റ് ആയിട്ട് കമ്മീഷണർ വരുന്നുണ്ട്. ഈ കമ്മീഷണർ അന്വേഷിച്ച ആ ഒരു കേസ് മാരൻ തന്നെയായിരുന്നല്ലോ തെളിയിച്ചിരുന്നത്. അതുകൊണ്ട് കമ്മീഷണർക്ക് മാരനെ കൃത്യമായിട്ട് തന്നെ അറിയായിരുന്നു. ഇൻസ്പെക്ടർ ആയിട്ടുള്ള തന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി ആ ഒരു കമ്മീഷണർ നിനക്ക് ഇത്ര നാളും ഒരു ബാഡ് നെയിം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവന്റെ കൂടെ നിന്ന് കേസുകളൊക്കെ തെളിയിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് നെടുമാറനെ ആ ഒരു കേസിന്റെ അസിസ്റ്റന്റ് ആയി ചേർക്കുന്നുണ്ട്. മതി ഒരു ദിവസം ആ വീട്ടില് ഒരുപാട് എലിശല്യം ഉണ്ടെന്ന് മാരനോട് പറയുമ്പോ ഒരു സോഫക്കടിയിലാണ് എലികളെല്ലാം കൂട്ടും കൂടി നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ആ സോഫ മാറ്റാനായിട്ട് മതിയോട് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് പോയി ഒരു പുതിയ സോഫ ഓർഡറും കൊടുക്കാണ്. ഇപ്പൊ ആ ഒരു കേസിനെ സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ നെടുമാരനും ആ ഇൻസ്പെക്ടറും കണ്ടുപിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് ആ സിറ്റിയിലേക്ക് പുതുതായി താമസം മാറി വരുന്ന പെണ്ണുങ്ങളെല്ലാവരും സോഫ വാങ്ങാനായിട്ട് ആ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് ഈ പെണ്ണുങ്ങൾ അയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ആ ഫർണിച്ചർ ഷോപ്പിന്റെ ഓണർ ആയിരുന്നു. അയാള് സോഫ ഡെലിവറി ചെയ്യാൻ എന്ന രീതിയിൽ വീട്ടിലേക്ക് പോകും. ആ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കും. നല്ല രീതിയിൽ സംസാരിച്ച് അവനെ വലയിൽ വീഴ്ത്തും. പിന്നീട് അവരുടെ ഫോൺ അവിടെ മറന്നു വെച്ച് പോയതിനു ശേഷം അത് എടുക്കാൻ എന്ന വ്യാജേന അവര് തിരിച്ചു വന്ന് തോക്ക് പോലത്തെ ഒരു സംഭവം കാട്ടി അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് റേപ്പ് ചെയ്ത് കൊലകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്പെക്ടർ ഇത് കേട്ടതും വേഗം തന്നെ ആ ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ ഓണർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. മാരൻ അപ്പോഴും പറയുന്നുണ്ട് അവൻ അവിടെ ഇല്ലാന്ന്. എന്നാൽ പോലും അത് കേൾക്കാൻ പോലും ഇൻസ്പെക്ടർ നിൽക്കുന്നുണ്ടായിരുന്നില്ല. മാരൻ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്പെക്ടർ പോയി നോക്കുമ്പോ അയാൾ ആ ഒരു ഷോപ്പില് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു സൈക്കോ അപ്പൊ എവിടെ ആയിരിക്കും എന്നുള്ള ഒരു ചോദ്യം ഇല്ലേ. ഓൾറെഡി നമ്മളുടെ മാരൻ ആ ഒരു സോഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മതിയുടെ വീട്ടിലേക്ക്, അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു അവൻ. മതിയോട് അയാൾ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. മതി അയാളെ ചീത്ത പറഞ്ഞ് പുറത്താക്കാണ്. ഇതെല്ലാം നെടുമാരൻ പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കാരണം അവനക്ക് അറിയായിരുന്നു ഇപ്പൊ ആ ഒരു സൈക്കോ തന്റെ വീട്ടിലായിരിക്കും എന്നുള്ളത്. കാരണം അവനാണ് ഈ ഒരു സോഫ ഓർഡർ ചെയ്തതും ഇന്ന സമയത്ത് അയാൾ അത് ഡെലിവറി ചെയ്യുന്നു അവനക്ക് അറിയായിരുന്നു. ഇത് ഇൻസ്പെക്ടറോട് പറയാൻ പോയപ്പോഴാണ് ഇൻസ്പെക്ടർ ചാടിപ്പടഞ്ഞ ആ ഒരു ഷോപ്പിലേക്ക് പോയത്. ഇപ്പൊ മാരൻ ആ ഓണറെ പിടിക്കാൻ വേണ്ടി ഓടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടർഫിൽ വെച്ച് മാരൻ അയാളെ പിടിക്കുന്നുണ്ട്. പിടിച്ച് പോലീസുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞു, എല്ലാം സ്വസ്ഥതായി പ്രതിയെ പിടിച്ചു എന്ന് വിചാരിച്ചാല് മാരൻ അയാളോട് പറയാണ് നീ അല്ല ഇത് ഫുള്ള് ചെയ്യുന്നത്. ഓക്കെ, നീ ഫർണിച്ചർ ഡെലിവറി ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് ഫോൺ അവിടെ മറന്നു വെച്ച് റേപ്പ് ചെയ്ത് കൊല്ലുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഈ ഒരു ശവശരീരം കൊണ്ട് കളയുന്നത് നീയല്ല, അതിന് പിന്നിൽ വേറൊരാളുണ്ട്. അത് ആരാണെന്ന് പറയാനായിട്ട് പറയുന്നുണ്ടെങ്കിലും എന്നെ കൊന്നാലും ശരി ഞാൻ പറയാനൊന്നും പോകുന്നില്ല എന്നും പിന്നെ നിങ്ങന്റെ പേരിൽ കേസിട്ടാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പുറത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ പുറത്ത് വരുമെന്ന് പറയാണ്. ഇതുകൊണ്ട് തന്നെ പോലീസുകാരും ആ ഒരു റൂം മുഴുവൻ ഇലക്ട്രിക് ഷോക്ക് വെച്ച് അവനെ കൊന്നു കളയാൻ തീരുമാനിക്കുന്നുണ്ട്. ഇതറിഞ്ഞ ആ ഒരു ഓണറും മാരന്റെ കയ്യിൽ ഒരു ക്ലൂ പോലെ ഒരു മോതിരം കൊടുക്കുന്നുണ്ട്. ആ മോതിരം കണ്ട മാരന് ആരാണ് ഇതിലെ പ്രതി എന്ന് മനസ്സിലാവാണ്. അത് അവന്റെ അളിയന്റെ മോതിരായിരുന്നു. അങ്ങനെ അളിയനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് മാരന് മനസ്സിലാവുന്നുണ്ട്. മതിയുടെ ഭർത്താവ് ആ ഒരു പ്രൊഫസറുടെ റിംഗ് ആയിരുന്നു അത്. ഇവനിങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് കൊന്ന് പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ അവൻ അവന്റെ അളിയന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. അളിയനാണ് പ്രതി എന്നുള്ള കാര്യം മാരൻ അറിഞ്ഞു എന്ന് ആ ഒരു അളിയനും മനസ്സിലാവുന്നുണ്ട്. എന്നാ ഭയങ്കര അഹങ്കാരത്തോടു കൂടി അവൻ പറയാണ്, ഇത് നീ പുറത്ത് പറയില്ല മാര, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയുടെയും കുഞ്ഞിന്റെ അവസ്ഥ എന്താവും, ഞാനില്ലാന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ ജീവിക്കും, അതുകൊണ്ട് നീ മിണ്ടാതെ പൊക്കോ. ഇത് എന്റെ ഒരു ഹാബിറ്റാ, കല്യാണത്തിന് മുന്നേ ഞാൻ ഇതിനേലും കൂടുതൽ പെണ്ണുങ്ങളെ കൊന്നിട്ടുണ്ട്, പക്ഷെ കല്യാണത്തിന് ശേഷം കുറച്ചൊന്ന് കുറച്ചേക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. മാരന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ലായിരുന്നു. മാരൻ ഈ കാര്യങ്ങളെല്ലാം മതിയെ അവിടെ ഒളിച്ചു വെച്ചതിന് ശേഷം മതിയെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. മതിക്ക് ഇപ്പൊ തന്റെ ഭർത്താവ് എത്രക്കാരനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിറ്റേ ദിവസം എല്ലാം മറന്ന് അവരെല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മതി പെട്ടെന്ന് പൊട്ടിക്കരയുന്നുണ്ട്. തന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് ചോര വരാനായിട്ട് തുടങ്ങാണ്. മതി അവൻ കഴിച്ച ഫുഡില് വിഷം കലർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഭർത്താവിനെ മതി കൊന്നു കളയാണ്. മതി കരഞ്ഞുകൊണ്ട് ഞാൻ ഒളിച്ചോടി പോകരുതായിരുന്നെന്നും എന്റെ അച്ഛനും അമ്മക്കും ഇങ്ങനത്തെ ഒരു ഗതി വരുത്തരുതായിരുന്നെന്നും പറയാണ്. എന്റെ കുഞ്ഞ് അനാഥനായല്ലോ എന്നും പറഞ്ഞിട്ട്. എന്നാ മാരൻ നീ പേടിക്കണ്ടാന്നും നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്നും വാക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സംഭവ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടർ എത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ ആ ഇൻസ്പെക്ടറുടെ ക്യാരക്ടർ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. മാരനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ആക്സിഡന്റ് ആണെന്നും കൊലപാതകം അല്ലാന്നും റെക്കോർഡ്സിൽ എഴുതാണ് മതി അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. മതിയും മാരനും തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ പോകാണ്. അവരുടെ വീട്ടിൽ താമസിക്കാണ്. മതി ഇപ്പൊ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാരൻ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ പോസ്റ്റ്മാൻ ആയിട്ടുള്ള ഒരു ജോലിക്ക് കയറുന്ന ഫസ്റ്റ് ദിവസമാണ്. അവിടെയുള്ള ബാക്കി സ്റ്റാഫുകൾ എല്ലാവരും ഇവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹെഡ് ഓഫീസർ മാരനെ ചെറുതായിട്ടൊന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുറവൊക്കെ കുറവുകൾ അല്ലാതാവുന്നു. ഈ സച്ചിനായാലും ഇളയരാജ ആയാലും ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അവരെ അറിയപ്പെട്ടപ്പോ അവരുടെ കുറവുകളൊക്കെ ഒന്നും അല്ലാതായി എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ മാനൻ അതിനുള്ള മറുപടി കൊടുക്കുന്നത്, അങ്ങനെ സാധിച്ചിട്ട് മാത്രം ഈ കുറവ് നിരത്തേണ്ട പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോ എന്തെങ്കിലും സാധിച്ച് എന്റെ കുറവുകൾ നികത്തി, പക്ഷെ എന്നെ പോലെ എത്ര പേരുണ്ട്, അവർക്കൊക്കെ ഇത് സാധിക്കാനായിട്ട് പറ്റും. ഞങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങളുടെ തെറ്റാണോ അവന്റെ തെറ്റാണോ എന്ന് ചോദിച്ച് അവന്റെ കുറവുകളൊന്നും അവനെ ബാധിക്കാത്ത രീതിയിൽ നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ എനിക്ക് ഒരു വിലയില്ല എന്നുള്ള രീതിയിൽ അവന്റെ ജീവിതം ജീവിച്ചു തീർക്കാനായിട്ട് തുടങ്ങാണ്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവിയും ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്